അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. നോമ്പ് തുറക്കാൻ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ എങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുട്ട കൊണ്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലോട്ട് പോയാലോ. നോമ്പ് സമയത്ത് അധിക സമയം ചിലവഴിക്കാതെ 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. ഇതിനായിട്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞെടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. മുട്ട നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിന് പ്രോട്ടീൻ നൽകുകയും ചെയ്യുന്നു. ഇതിൽ അധികം എണ്ണ കുടിക്കാതെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. 2 മുട്ട പുഴുങ്ങിയെടുത്തതാണ്. അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കൈ മുഴുവൻ മഞ്ഞ കളറായിരിക്കുക. ഇന്നലെ മഞ്ഞൾ അരിഞ്ഞ് നാടൻ മഞ്ഞൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൈ മൊത്തം മഞ്ഞ കളറായിപ്പോയി. അത് പോവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. 2 മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മൈദയും പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് മുട്ട ഗ്രേറ്റ് ചെയ്തതും കൂടി അതിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുട്ട കൂടി ആവശ്യമായിട്ടുണ്ട്. അത് ഇളക്കിയെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച കൂട്ട് ഉരുളകളാക്കി നമുക്ക് മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്ത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഫ്താർ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കാണാൻ രസമുള്ളതും കഴിക്കാൻ അതിനേക്കാളേറെ രസമുള്ളതും പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വിഭവം ഒറ്റ തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്.